So today's class we will be discussing the properties of isomorphism. Let phi from G to G bar be an isomorphism. Then the following holds. So there are some properties of isomorphism which carries അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ ആയിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ ജി കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ജി ബാർ എലമെന്റ്സും കമ്മ്യൂട്ട് ചെയ്യും. ഐസോമോർഫിസം ആണെങ്കിൽ അപ്പോൾ അതിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ ജി സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ ഫൈ ഓഫ് ജി സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ജി ബാർ ഞാൻ പറഞ്ഞില്ലേ ഫൈ ഓഫ് ജി സൈക്ലിക് ആയിരിക്കും. ജി അബീലിയൻ ആണെങ്കിൽ ഫൈ ഓഫ് ജി അബീലിയൻ ആയിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഐസോമോർഫിസം എന്ന് പറയുമ്പോൾ ഈ പ്രോപ്പർട്ടീസും അവർ തമ്മിൽ ക്യാരി ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയാൻ പോകുന്നത് ഫൈ ക്യാരീസ് ദ ഐഡന്റിറ്റി എലമെന്റ് ടു ഐഡന്റിറ്റി. അതായത് ഒരു ഇ എന്ന് പറയുന്നത് let E belongs to G act as identity in G and E bar act as identity in G bar. ഐഡന്റിറ്റി ആണ്, ഇതും ഐഡന്റിറ്റി ആണ് G ബാറിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഡന്റിറ്റി ഫൈ ആ മാപ്പിംഗ് എന്ന് പറയുന്ന ഐസോമോർഫിസം എന്ന് പറയുന്ന മാപ്പിംഗ് ആ മാപ്പിംഗ് ഐഡന്റിറ്റീനെ ഐഡന്റിറ്റിയിലൂടെ തന്നെ ക്യാരി ഔട്ട് ചെയ്ത് പോകുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പറയാനായിട്ട് we know that what is E into E? It is E. So applying phi on both sides you get phi. What is this? Since phi is an homomorphism, isomorphism, so it is homomorphism. So group operation preserve E. This is phi of E. Phi of E into phi of E equal to phi of E. And also ഞാനിതിവിടെ ഇപ്പുറത്ത് തന്നെ എഴുതാം. ഓൾസോ ഫൈ ഓഫ് ഇ ഈസ് എൻ എലമെന്റ് ഇൻ ജി ബാർ അല്ലേ. ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ ബാർ. ഇ ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഐഡന്റിറ്റി എലമെന്റ് ഇൻ ജി ബാർ. സോ ഐഡന്റിറ്റി എലമെന്റുമായിട്ട് ഒരു എലമെന്റ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ എലമെന്റ് തന്നെ കിട്ടും. സോ ഫൈ ഓഫ് ഇ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ 1 ഇതിന് 2 ഒന്ന് കൊടുക്കുകയാണെങ്കിൽ 1 ഉം 2 ഉം നമുക്ക് എഴുതാം. ഫ്രം 1 and 2 phi of E into phi of E, phi of E റീപ്ലേസ് ചെയ്തിട്ട് phi of E times E bar. So cancellation law അപ്ലൈ ചെയ്യാം. ബൈ cancellation law നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? phi of E equal to, we got phi of E equal to E bar. അതായത് E എന്ന് പറയുന്ന ഐഡന്റിറ്റിനെ ഫൈ എന്ന മാപ്പിംഗ് എവിടേക്ക് തന്നെ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് കൊടുത്തു? ഐഡന്റിറ്റി ഇൻ G bar. So phi carries the identity in G, identity element to identity element. Phi is an if phi is an isomorphism. അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി, സോ ഞാൻ എടുക്കുന്ന എല്ലാ എലമെന്റും ജിയിലാണ്. എക്സ് ബിലോങ്സ് ടു ജി, ദെൻ phi of x inverse is same as phi of x the whole inverse. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ടെസ്റ്റിലെ നൊട്ടേഷൻ വ്യത്യാസം ഞാൻ പറയുന്നതുമായിട്ടുള്ള വ്യത്യാസം വരുമ്പോൾ ഞാൻ എനിക്കൊന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ലെറ്റ് എക്സ് ബിലോങ്സ് ടു ജി, ഇതായിരിക്കും നമ്മുടെ ടെക്സ്റ്റിലെ നൊട്ടേഷൻ. നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ, ഇത് സെറ്റ് ആണോ ഇതൊരു എലമെന്റ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് അറൈസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അതിനെ സ്മോൾ ലെറ്ററിൽ എഴുതി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി അതേപോലെ ഈ ഫൈ ഓഫ് എക്സ്, ഈ ഇമേജിനെ അവർ ഡിനോട്ട് ചെയ്യുന്ന എക്സ് ഡാഷ് എന്നാണ്. ഓക്കെ, ഫൈ ഓഫ് എക്സ് എക്സ് ഡാഷ്. നമ്മളാണെങ്കിൽ എഴുതാൻ പോകുന്നതോ ഫൈ ഓഫ് എക്സ് ഇങ്ങനെ എഴുതുന്നുള്ളൂ. ഞാൻ അതിനെ സ്മോൾ എക്സ് ഡാഷ് എന്നൊന്നും എഴുതുന്നില്ല. കാരണം പ്രൈം എന്ന് ട്രാൻസ്പോസ് ഉണ്ട്, കോൺജുഗേറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ, ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ടുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഫൈ ഓഫ് എക്സ് എന്ന് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിലെ നൊട്ടേഷൻ എങ്ങനെയാണ്? വെറും എക്സ് ഡാഷ്. വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ് ഡാഷ്? ദേ മീൻസ് ഇമേജ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ശരി, നമുക്ക് പ്രൂഫിലോട്ട് പോവാം. പ്രൂഫ് എളുപ്പമാണ്. ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ്. നിങ്ങൾ കാര്യമൊക്കെ മനസ്സിലാണെങ്കിൽ
ഒരു മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രൂഫ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജി ഗ്രൂപ്പാണ്. അപ്പോൾ എക്സ് ജിയിലുണ്ടെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ആണ്. നൗ ഫൈ അപ്ലൈ ചെയ്യുക. ഫൈ ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സസ് ഫൈ ഓഫ് ഇ ഐഡന്റിറ്റി ഇൻ ജി ബാർ. ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ഐഡന്റിറ്റി അല്ലേ, ഐഡന്റിറ്റി ഇൻ ജി ബാർ. സോ ഇതിന്റെ മീനിങ് എന്താ? ദ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എക്സ് ഈസ് ഇൻവേഴ്സ്, വേർഡ്സ് എഴുതാണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എക്സ് ഈസ് എന്താണത്? ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ്. നമ്മൾ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എക്സ് എന്താ? ഫൈ ഓഫ് എക്സിന്റെ ഈസ് മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ എന്താ? ഈക്വൽ ഫൈ എക്സ് ഇൻവേഴ്സ്. സിമ്പിൾ പ്രൂഫ് ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി മൂന്നാമത്തെ പ്രോപ്പർട്ടി, if H is a subgroup of G, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. If H is a subgroup of G, then phi of H is a H ആണ്. Phi of H is a subgroup of G bar. പ്രൂഫിലോട്ട് പോവാം. എളുപ്പമാണ് കേട്ടോ. ഫൈ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫൈ ഓഫ് എച്ച്? അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലാണെങ്കിൽ ഇതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? എച്ച് ഡാഷ്. അപ്പോൾ ഫൈ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എലമെന്റ്, ഇറ്റ് element of the form phi of h small h, where h is an element of capital H. Phi ഉണ്ട്. Now h is a subgroup of G. h subgroup ആണ്. Since h is a subgroup of G, subgroupനകത്ത് ഐഡന്റിറ്റി ഉണ്ടാവും, ഗ്രൂപ്പിനകത്ത് ഐഡന്റിറ്റി ഉണ്ടാവും. We have identity E belongs to H. E പിന്നെ നമ്മൾ പറഞ്ഞു ഈ എച്ചിലുണ്ടെങ്കിൽ ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് അതിന്റെ എലമെന്റ്സ് ഉള്ള ഫോം. ഫൈ ഓഫ് ഇ ഈ എച്ചിലുണ്ടെങ്കിൽ ഫൈ ഓഫ് ഇ എവിടെ ഉണ്ടാവും? ബൈ ഇറ്റ്സ് നൊട്ടേഷൻ ഫൈ ഓഫ് എച്ച്. ഈ എച്ചിലുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫൈ ഒന്നുകൂടി വേണമല്ലോ അതിന് ആഴ്ച എഴുതി തരാം. Phi of E belongs to phi of H. Identity carries identity to identity. അപ്പോൾ phi of E എന്ന് പറയുന്നത് എന്താണ്? So phi of E acts as the identity element in phi of H. Phi of E എന്ന് പറയുന്നതാണ് identity in phi of H. അപ്പോൾ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു എന്തൊക്കെ നോക്കണം എന്നുള്ളത്. ഐഡന്റിറ്റി ഉണ്ടോ, ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഉണ്ടോ, ഇഫ് എക്സ് ദെൻ എക്സ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കേണ്ടത് ഇൻവേഴ്സ് ഉണ്ടോ നോക്കാം. ഓക്കെ, ഇഫ് ഒരു എലമെന്റ് എടുക്കാം, let phi of h belongs to phi of capital H. അപ്പം അതിന്റെ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയണം. phi of h ന്റെ ഇൻവേഴ്സ് അല്ലേ, phi of h ന്റെ ഇൻവേഴ്സ്, this can be written as phi of h inverse. നേരത്തെ പ്രോപ്പർട്ടി 2 പ്രകാരം അങ്ങനെ എഴുതാൻ പറ്റും. This belongs to phi of h.
കാരണം ഈ H ഇൻവേഴ്സ് എവിടെയുണ്ട്? ക്യാപിറ്റൽ Hനുണ്ട്. അതിന്റെ പ്രൈസ് അവിടെ എഴുതാം. ബിക്കോസ് H inverse belongs to capital H. Since H belongs to H. Hലുണ്ടെങ്കിൽ H സബ്ഗ്രൂപ്പ് ആണ്, അതുകൊണ്ട് അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. phi of H ഇൻവേഴ്സ് phi of Hലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം phi of H is a subgroup of phi of H is a subgroup of G bar. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു നമ്മൾ. ഇനി image of an element has same order as an element. Image of an element has same order as element. അപ്പൊ ഓർഡർ പ്രിസർവ് ചെയ്യും. അതായത് നമ്മൾ ഒരു എലമെന്റ് എടുക്കുന്നു. ഓർഡർ x belongs to G such that order of x equal to n. അതായത് ഒരു എലമെന്റിന്റെ ഓർഡർ n ആണ്. അപ്പോൾ അതിന്റെ ഇമേജിന്റെ ഓർഡറും സെയിം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Let x belongs to G such that order of x equal to n. അതിന്റെ ഇമേജ് അതായത് phi of x ന്റെ ഓർഡർ എന്താണെന്ന് പറയണം, n ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ phi of x raised to n എടുക്കാം. phi of x raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n-ന്റെ പ്രത്യേകത എന്താണ്? It is the least positive integer n such that x raised to n equal to e. Definition ആണ്. Order of x equal to n means n is the least positive integer such that x raised to n equal to e. Right? Now phi of x whole to the power n can be written as phi of x raised to n. നമ്മൾ ആ ഇൻവേഴ്സിന്റെ പ്രൂഫ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? phi of x whole inverse equal to phi of x inverse. So in that way you can prove this. നിങ്ങൾ നോക്കിയാൽ മതി. It is phi of x raised to n. Phi of x raised to n is x raised to n e ആണ്. Phi of e is e bar, identity in G bar. So phi of x to the power n e bar, n is the least positive integer. നമ്മൾ പറഞ്ഞു ആ n എന്ന് പറയുന്നത് least positive integer ആണെന്ന് നമുക്ക് പറയാം. Order of phi of x equal to n. അതായത് ഒരു എലമെന്റിന്റെ ഒരു എലമെന്റിന്റെ ഓർഡറും അതിന്റെ ഇമേജിന്റെ ഓർഡറും സെയിം ആയിരിക്കും. എക്സിന്റെ ഓർഡർ n ആണെങ്കിൽ phi of x ന്റെ ഓർഡറും n ആയിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടീസ് phi ഹോമോമോസ് ആണെങ്കിൽ അത് പറയാനായിട്ട് പറ്റും കേട്ടോ. ഹോമോമോസ് തന്നെ ആവണമെന്നില്ല. ഇനി അടുത്ത് പറയുന്നത് okay, the set of elements k in G, the set of elements k in G that are mapped onto I dash. I dash എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് phi of I. നമ്മുടെ നൊട്ടേഷനിൽ phi of E of G dash forms a subgroup of G. Forms a subgroup of G.
അതായത് കേർണൽ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും മാത്രം പ്രൂവ് ചെയ്യാം. അതായത് the set of elements in G, set of elements G that map to identity E bar is the identity element in G bar. നമ്മൾ നൊട്ടേഷനിൽ തന്നെ എഴുതാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. വെറുതെ ഒന്നുകൂടി എഴുതിയാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി E bar is the identity element in G bar എന്ന് പറഞ്ഞാൽ മതി. Nothing kernel. സോ ഇതെന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ഇവിടുത്തെ എലമെന്റ്സ്, ഇവിടുത്തെ കേർണലിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡൊമൈനിലെ എലമെന്റ്സ് ആണ്. സോ ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. നെക്സ്റ്റ് സബ് ഗ്രൂപ്പ് ആണ് ഐഡന്റിറ്റി ഉണ്ട് പറയണം. നമുക്കറിയാം, വി നോ, നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി തന്നെ പ്രൂവ് ചെയ്തു, ഫൈ ഓഫ് ഇ ബാർ ആണെന്ന് അല്ലേ. അപ്പോൾ ഈ പറയുന്നത് എവിടെയുണ്ട്? കേർണലിനകത്തുണ്ട് അല്ലേ. സോ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ഇനി ഒരു എലമെന്റ് എടുക്കുക, ലെറ്റ് എക്സ് ബിലോങ്സ് ടു കേർണൽ ഓഫ് ഫൈ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണം. എക്സ് കേർണൽ ഫൈൽ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ ഇമേജ് ഐഡന്റിറ്റി ആണ്, ഐഡന്റിറ്റി ഇൻ ജി ബാർ. നമുക്ക് പ്രൂവ് ചെയ്യണം. ഫൈ ഓഫ് എക്സ് നമുക്ക് എന്താ പറയേണ്ടത്? എക്സ് ഇൻവേഴ്സ് കേർണൽ ഓഫ് ഫൈനകത്ത് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. എക്സ് ഇൻവേഴ്സ് കേർണൽ ഓഫ് ഫൈക്കകത്ത് ഉണ്ടെങ്കിൽ ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് എന്താന്ന് പ്രൂവ് ചെയ്യണം? ഐഡന്റിറ്റി ആണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നൗ ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ബൈ ദാറ്റ് പ്രോപ്പർട്ടി 2 ആണ് തോന്നുന്നത്. ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സിന് ഫൈ ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എഴുതാം. ഫൈ ഓഫ് എക്സ് പറഞ്ഞ ഐഡന്റിറ്റിന്റെ ഇൻവേഴ്സ്, ഐഡന്റിറ്റി ഇൻവേഴ്സ് തന്നെയാണ്, ഐഡന്റിറ്റി ആണ്. അപ്പൊ ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ബാർ എന്ന് കിട്ടി, ഐഡന്റിറ്റി ഇൻ ജി ബാർ. ഓക്കെ, അതുകൊണ്ട് ഇത് പറയാം, കേർണൽ ഫൈ ഈസ് എ സബ് ഗ്രൂപ്പ്. സബ് ഗ്രൂപ്പ് ഓഫ് ഡൊമെയിൻ, സബ് ഗ്രൂപ്പ് ഓഫ് ജി. സബ് ഗ്രൂപ്പ് മാത്രമല്ല, ദേ ആർ സ്പെഷ്യൽ സബ് ഗ്രൂപ്പ് കോൾഡ് നോർമൽ സബ് ഗ്രൂപ്പ്സ്. അതൊന്ന് പറഞ്ഞു തരാം കേട്ടോ. നോർമൽ സബ് ഗ്രൂപ്പ്സ്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സബ് ഗ്രൂപ്പ്സ്. കൊസറ്റുകളുടെ കാര്യം, കൊസറ്റിന്റെ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സ് ലെഫ്റ്റ് കൊസെറ്റ്, റൈറ്റ് കൊസെറ്റ്, എച്ച് എക്സ് അല്ലേ. ലെഫ്റ്റ് കൊസെറ്റും റൈറ്റ് കൊസെറ്റും ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എച്ചിന് ജി എന്നുണ്ട്. എച്ച് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ദെൻ ലെഫ്റ്റ് കൊസെറ്റും റൈറ്റ് കൊസെറ്റും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം എച്ച് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഡെഫിനിഷൻ അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ, കൂടുതലായിട്ടും ഡീപ്പായിട്ടൊന്നും പോകണ്ട. ലെഫ്റ്റ് കൊസെറ്റും റൈറ്റ് കൊസെറ്റും ഈക്വൽ ആവുന്ന ടൈപ്പ് ഓഫ് ഗ്രൂപ്പുകളെയാണ് നമ്മൾ, അങ്ങനെയുള്ള എച്ചുകളെയാണ് നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതിനൊരു ടെസ്റ്റ് ഉണ്ട്, നോർമൽ സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. നമ്മൾ സബ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുന്ന പോലത്തെ നോർമൽ സബ് ഗ്രൂപ്പിന്റെ ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു സബ് ഗ്രൂപ്പ് നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആണോ നോക്കിയാൽ മതി. ഇതാണ് നോർമൽ സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ്, എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് ജി. എല്ലാ എലമെന്റും എടുക്കണം കേട്ടോ, ഫോർ ഓൾ. അപ്പോൾ ജിനകത്തുള്ള എല്ലാ എലമെന്റും എടുക്കുക, എന്നിട്ട് എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് എച്ചിൽ തന്നെ എലമെന്റ് ആണ് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതിന് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. ഇതാണ് നോർമൽ സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഇതെല്ലാം ഒരു ഡെഫിനിഷൻ രീതിയിലോട്ട് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ നോർമൽ സബ് ഗ്രൂപ്പ് ആണോ നോക്കാനായിട്ട് എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്ന് നോക്കിയാൽ മതി. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ജി. ഓക്കെ, ഇനി കേർണലിന്റെ ഒരു പ്രത്യേകത, കേർണൽസ് ആർ
നോർമൽ സബ് ഗ്രൂപ്പ്സ്. ഇതിൻ്റെ പ്രൂഫിലോട്ട് ഞാൻ പോകുന്നില്ല, ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുകൊണ്ടാണ്. കേർണൽസ് എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഈ ഒരു അടുത്തൊരു ക്ലാസ്സിൽ ഒരു വീഡിയോ കൂടി ആവുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് തിയറി തീരും. പിന്നെ നമുക്ക് റെപ്രസെൻറ്റേഷൻ തിയറി നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കാണുന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ, അതായത് ലൈവ് ആയിട്ടൊന്ന് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ മതി, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ലൈവായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൊരു സൗകര്യം ഇല്ല, അവിടെ നെറ്റ് കട്ടാവും. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് പോകുന്നത്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ക്ലാരിഫിക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് ഫോർ ഡിസ്കഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഞാൻ അത് നടത്തുന്നുള്ളൂ. സോ നമുക്ക് നിർത്താം.